നമസ്കാരം, എല്ലാവർക്കും അമ്മാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു തനി നാടൻ വിഭവവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചക്കക്കുരുവും ചെമ്മീനുമായിട്ട് വറുത്തരച്ച് വെച്ച ഒരു കറിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 10-12 ചെമ്മീനോളം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വലിയ ചെമ്മീനാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ചക്കക്കുരു, ഒരു 20 ചക്കക്കുരുവോളം രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചക്കക്കുരു അധികം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു അരമുറി നാളികേരം, ഒരു നാളികേരത്തിൻ്റെ പകുതി ചിരവി വെച്ചിട്ടുണ്ട്. പൊടികളായിട്ട് മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടുക്, ഉപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വറ പൊട്ടിക്കാൻ ആവശ്യമായ ഒരു 4 അല്ലി ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയിലോട്ടിട്ട് റിവേഴ്സ് ബട്ടൺ ഉപയോഗിച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ തേങ്ങയും ഒരേ വലിപ്പവും ഒരേ മൂപ്പുമായിട്ട് നമുക്ക് കിട്ടും. തേങ്ങയെല്ലാം ഇപ്പോൾ നന്നായിട്ട് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ച തേങ്ങയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് അതിനകത്തോട്ട് ഇടാം. അതിനുശേഷം അത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് വറുത്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുവിധം കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. അടിവശം പെട്ടെന്ന് കറുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകും. ഈ സമയത്ത് നമുക്കൊരു നല്ല വാസനയെല്ലാം വരും. ഈ തേങ്ങയെല്ലാം മുരിഞ്ഞു വരുന്നതിൻ്റെ ഒരു നല്ല മണം നമുക്ക് അനുഭവപ്പെടും. ആ സമയം നമുക്ക് നന്നായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി അതെല്ലാം ഓരോന്ന് ഇടുമ്പോഴും നമ്മളൊന്ന് പതിയെ ഇളക്കി കൊടുക്കുക. എന്നുവെച്ചാൽ ചട്ടി ചൂടായി കിടക്കുകയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ചേർത്ത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് കൊടുക്കാം. കരിഞ്ഞു പോകരുത്. പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യതയുള്ളത് കൊണ്ട് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചോളണം. കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയിട്ട് തീ ഓഫ് ചെയ്യുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മൂത്ത് കിട്ടാനുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് വേവിക്കാൻ ആവശ്യമായ ഒരു ചട്ടി എടുത്ത് അതിനകത്തോട്ട് ചക്കക്കുരുവും ചെമ്മീനും ഇടുക. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും, ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഇത് വേവിക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചക്കക്കുരു അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം പറ്റി ചക്കക്കുരുവെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ കൂട്ടാണ്. അത് നമ്മൾ സ്വല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അത് ആവശ്യത്തിന് വെള്ളവും കൂടി കൂട്ടി നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് വെന്തിരിക്കുന്ന ഈ കറിക്കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം.
ഈ സമയം നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറിക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കറിയിൽ നിന്ന് നല്ല നെയ്മയമൊക്കെ തെളിഞ്ഞു വരും. ആ സമയത്ത് ഒന്ന് കുറുകി കഴിയുമ്പോൾ നമ്മൾ ഈ കറി ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിത്തീരണം. 1/4 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിരിക്കുന്നത്. അതെല്ലാം നന്നായിട്ട് പൊട്ടിത്തീരണം. കടുക് പൊട്ടിയില്ലെങ്കിൽ നമ്മൾ കറി കഴിക്കുമ്പോൾ അതിൽ കടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരുവിധം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ചുവക്കി മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചക്ക സീസണാണല്ലോ, ഒരുപാട് ചക്കക്കുരുവൊക്കെ കിട്ടുന്ന സമയമാണ്. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിയിലോട്ട് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിയിലുള്ള എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ വറ പൊട്ടിച്ചത് മുഴുവൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഒരു നാടൻ രുചിയുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നന്ദി.